ഹായ്, ഞാൻ ഡോക്ടർ രാജേഷ് നായർ, കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ്, സ്കിൻ കെയർ സ്പെഷ്യാലിറ്റി സെൻറ്റർ, കുമാരപുരം, ട്രിവാൻഡ്രം. എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇതിനു മുന്നേയും ഒരുപാട് നല്ല വീഡിയോസ് കൊണ്ടുവന്നിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ്സ്, പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങളുടെ ഈ സെൻറ്റർ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മോർ ദാൻ 20 years ആയി. അപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റ്സ്, ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് ഉള്ളത്, നമ്മൾ കൊണ്ടുവരുന്നത്. പേഷ്യൻസിന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട്, പേഷ്യൻസിൻ്റെ ഓരോ പ്രോബ്ലത്തിനെ നമുക്ക് ഡീൽ ചെയ്യാനായിട്ടുള്ള ഓരോ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അത് എല്ലാവർക്കും ഉപയോഗപ്പെടും തോന്നുന്നു. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് സ്കിൻ ബൂസ്റ്റേഴ്സ് ആണ്. സ്കിൻ ബൂസ്റ്റേഴ്സ് എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പം എല്ലാവർക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ സ്കിന്ന് നന്നായിരിക്കണം, പോർസ് ഇല്ലാത്തത്, പോർലെസ് അല്ലെങ്കിൽ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിന്ന് എല്ലാവർക്കും വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇതിപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എനിക്ക് എങ്ങനെ ഒരു കൊറിയൻ സ്കിൻ ആക്കാൻ പറ്റും, കൊറിയൻ ഗ്ലാസ് സ്കിൻ വേണം, എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇത് കൂടുതലും നമ്മൾ ചെയ്യുന്നത് സ്കിൻ ബൂസ്റ്റേഴ്സ്, അതായത് ചെറിയ ഇഞ്ചെക്ഷൻസ് ആണ് ഇതിനെ പറയുന്നത്. ഓക്കെ, ഇത് എന്താണെന്ന് വെച്ചാൽ, ഇത് NCTF ഹൈലൂറോണിക് ആസിഡ് എന്ന് പറയും, 135 ഹൈലൂറോണിക് ആസിഡ് ആണ് ഇതിൻ്റെ കണ്ടന്റ്. അതായത് ഇതൊരു പെപ്റ്റൈഡാണ്. സ്കിന്ന് ഗ്ലോ കിട്ടും, സ്കിൻ ഹൈഡ്രേറ്റ് ആവും, സ്കിന്ന് റീവൈറ്റലൈസ് ആവും, ഓപ്പൺ പോർസ് ഒക്കെ കുറഞ്ഞ് നല്ല കൊറിയൻ സ്കിൻ ഗ്ലാസ് പോലെ വരും. ഇതിനെയാണ് നമ്മൾ സ്കിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എന്താ കണ്ടന്റ് ഉള്ളത്? കണ്ടന്റ് ഉള്ളത് ഗ്ലൂട്ടഥയോൺ, ഹൈലൂറോണിക് ആസിഡ്, വൈറ്റമിൻസ്, പെപ്റ്റൈഡ്സ്, അങ്ങനെ ഒരു 10-15 ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ട്. ഇതെല്ലാം വൈറ്റമിൻസ് ആണ്, സ്കിൻ റീജുവനേറ്റിംഗ് വൈറ്റമിൻസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ അതിനെ റീജുവനേറ്റ് ചെയ്യും, നമ്മുടെ ഡൾ സ്കിന്നെ നമ്മൾ റീജുവനേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ചെയ്യുന്ന പ്രൊസീജിയർ ഇങ്ങനെയാണ്. ഇത് ആദ്യം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് സ്കിന്നിനെ ആദ്യം ക്രീം ഇട്ട് മരയിപ്പിക്കും. അതിന് ഒരു 1/2 hour ക്രീം ഇട്ട് വയ്ക്കുമ്പോഴത്തേക്കിന് അത് മരയിപ്പാവും. അത് കഴിഞ്ഞിട്ട് ഈ ചെറിയ ചെറിയ കോളംസ് കാണാമല്ലോ, ഇതിൽ നമ്മൾ ചെറുതായിട്ട് ഇൻട്രാഡെർമൽ എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ തൊട്ട് താഴെ ഫൈൻ നീഡിൽ, ചെറിയൊരു നീഡിൽ വെച്ചിട്ട് ഇതിന് ഓരോ ഡ്രോപ്പായിട്ട് നമ്മൾ ഇടുന്നു. അപ്പോൾ ചെറിയ ചെറിയ ഹോൾസ് ഡ്രോപ്പായിട്ട് ഫുൾ സ്കിന്ന്, അതായത് നെറ്റിയിൽ, നമ്മുടെ ചീക്സിൽ, ചിന്നിൽ, ഈ ഏരിയ ഫുള്ളായിട്ട് നമ്മൾ ഇടും. അപ്പോൾ ഇത് ചെയ്തിട്ട് പോവാം, നോ ഡൗൺ ടൈം. പേഷ്യൻ്റ് അന്ന് തന്നെ തിരിച്ചു പോവാം, വാഷ് ചെയ്യാം, ക്രീം ഇടാം, മേക്കപ്പ് ഇടാം, എല്ലാം ചെയ്യാം. ആർക്കൊക്കെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം? ഞാൻ സൂറ്റബിൾ ആണോ? ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. എനിവൺ അബോവ് 20 years അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് ചെയ്യാമെന്നുള്ളതാണ്. കാരണം ജസ്റ്റ് ബേസിക്കലി നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നു. നമുക്കൊരു സ്കിൻ ഹൈഡ്രേറ്റ് ആവണം, എനിക്കൊരു കല്യാണമുണ്ട്, എനിക്ക് ഐ എം ഗോയിങ് ടു ലുക്ക് ഗുഡ്, അല്ലെങ്കിൽ ഒരു പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡള്ളായിരിക്കുന്നു, എനിക്കൊരു ഓഫീസ് ഫങ്ഷൻസ് ഉണ്ട്, ഒരു ഫാമിലി ഫങ്ഷൻസ് ഉണ്ട്, എനിത്തിങ്, എനി ഷൂട്ട്സ്, എനിബഡി ക്യാൻ ഡു ഇറ്റ്. സോ വാട്ട് യു get a hydrated, revitalized skin, a glowing skin, a poreless glowing skin, Korean glass skin, everything you get with this. Now, ഇത് എത്ര പ്രാവശ്യം ചെയ്യേണ്ടി വരും? ഇത് 1 month interval 3 sessions. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യും? ഇറ്റ് ലാസ്റ്റ് ഫോർ 1 year. 1 വർഷം ഇതിൻ്റെ എഫക്റ്റ് നിൽക്കും. ഇതിനിടയ്ക്ക് നമുക്ക് എല്ലാം ചെയ്യാം, എവറിത്തിങ്, നോ ഡൗൺ ടൈം. നാളെ ഓഫീസിൽ പോവാം, എല്ലാം ചെയ്യാം. സോ ദിസ് ഇസ് ദ ലേറ്റസ്റ്റ് ട്രെൻഡ്, സ്കിൻ ബൂസ്റ്റേഴ്സ് ഓർ കൊറിയൻ ഗ്ലാസ് ട്രീറ്റ്മെൻറ്റ്. കയ്യിൽ അല്ലെങ്കിൽ നെക്ക്, പല ബോഡി പാർട്ടിലെ ചുളിവുകളും, അതിൻ്റെ നമ്മുടെ ഒരു ചുളിവുണ്ടല്ലോ, ചിലർക്ക് ഒരു സ്കിന്ന് ടെക്സ്ചർലെസ്, ഡള്ള്, ചുളുങ്ങിയിരിക്കുന്നു, ഇതൊക്കെ ഒരു ഗ്ലോ വരാനും യങ്ങർ ലുക്കിംഗ് സ്കിൻ കിട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ള പ്രതിവിധിയാണ് ഈ സ്കിൻ ബൂസ്റ്റേഴ്സ്. നമ്മൾ ഫേസിൽ ഇടുമ്പോൾ തന്നെ ഈ സ്കിൻ ബൂസ്റ്റേഴ്സ് എന്താണ് ഇത് ചെയ്യുന്നത്? ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഏജ് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ അകത്തുള്ള കൊളാജൻ നഷ്ടമാകുന്നു, കൊളാജൻ കുറയുന്നു, എലാസ്റ്റിസിറ്റി കുറയുന്നു, റിങ്കിൾഡ് ആവുന്നു, ചുളിവ് വരുന്നു, നമ്മുടെ പിഗ്മെൻറ്റേഷൻ, കറുപ്പ് വരുന്നു. അപ്പം മൊത്തത്തിൽ നമുക്കിപ്പോൾ ഒരു ഫേസ് നന്നായി ഇരുന്നാലും എവിടെയെങ്കിലും പോയി കൈ കാണിക്കുമ്പോഴത്തേക്കിന് അത് കുറച്ച് കറുപ്പും ചുളിവും ഒക്കെ ഇരിക്കുമ്പോൾ പലർക്കും അതൊരു വിഷമമുണ്ട്, അതെങ്ങനെ മാറ്റാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒത്തിരി പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ടാണ്. എങ്ങനെ ഹാൻഡ് റീജുവിനേഷൻ അല്ലെങ്കിൽ ഹാൻഡിലെ ചുളിവുകളും കറുത്തപ്പാടും സ്കിന്നിനെ എങ്ങനെ നന്നായി എടുക്കാൻ പറ്റും എന്നുള്ളത് കാണിക്കുകയാണ്. ഒരു 35 years old ലേഡിയാണ്. ഇവർക്ക് സ്കിന്നിൻ്റെ ചുളിവുകളും സ്കിന്ന് കുറച്ചുകൂടെ നന്നായി കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്,
ഇത് ഇപ്പം ക്രീം ഇട്ട് നമുക്കൊന്ന് മരിപ്പിക്കാം. ഇതിന് ഇഞ്ചക്ഷൻസ് ഒന്നും വേണ്ട. ഇപ്പം എല്ലാവരും ആദ്യം ചോദിക്കുന്നത് ഇത് പെയിൻഫുൾ ആണോ, ട്രീറ്റ്മെൻറ്റ് പെയിൻഫുൾ ആണോ, ഇഞ്ചക്ഷൻസ് അല്ലേ പെയിൻഫുൾ ആയിരിക്കും? ഇല്ല. ഇപ്പം നോക്കാൻ അറിയാം, ഷീ ഈസ് വെരി കംഫർട്ടബിൾ. നമ്മൾ ക്രീം ഇട്ട് ഒരു 45 മിനിറ്റ്സ് വയ്ക്കും. അപ്പോൾ ഈ ഏരിയ നമ്പാവും. അതിനുശേഷം നമ്മൾ ഈ ക്ലീൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഏരിയ ഉണ്ടാക്കും. അതായത് മൾട്ടിപ്പിൾ പഞ്ചർ ഇടാനുള്ള ചില ഈ ലൈൻസ് ഉണ്ടാക്കി, ചെറിയ കോളംസ് ഉണ്ടാക്കിയിട്ട് ഓരോ കോളത്തിലും ഓരോ ഡ്രോപ്പ് നമ്മൾ ഈ കൊളാജൻ ബൂസ്റ്റേഴ്സ് ഇടുകയാണ്. അപ്പോൾ ചെറിയ വെരി ഫൈൻ നീഡിലാണ്, അതായത് കണ്ടാൽ അറിയാം. അത് എടുത്തിട്ട് നമ്മൾ ആ സ്കിന്നിൻ്റെ തൊട്ട് അടിയിൽ ചെറുതായിട്ടെങ്കിൽ കൊടുക്കുകയാണ്, ഓൾ ഓവർ ദ സ്കിൻ, ആ ഏരിയയിൽ. അപ്പോൾ ഇത് ഈ ഒരു ഡ്രോപ്പ് ഇട്ടാൽ മതി, അത് ആ സ്കിന്നിലോട്ട് അലിഞ്ഞ് ചേരുകയാണ്. അപ്പോൾ നോർമൽ നമ്മുടെ കൊളാജനെയും കൂടെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൊളാജൻ ഇടുന്നുണ്ട്, പക്ഷേ നമ്മുടെ കൊളാജൻ നോർമലി സ്കിന്നിലുള്ള കൊളാജനെയും കൂടി സ്റ്റിമുലേറ്റ് ചെയ്ത് കുറച്ചുകൂടെ പ്ലംബി ആവും, കുറച്ചുകൂടെ സ്കിൻ പ്ലംബി ആവും, കുറച്ചുകൂടെ ഹൈഡ്രേറ്റ് ആവും, കുറച്ച് വോള്യൂം വെക്കും. അപ്പോൾ കുറച്ചുകൂടെ ഒരു വോള്യൂം വെച്ച് കഴിയുമ്പോൾ തന്നെ ആ സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ, നമ്മളിപ്പോൾ സ്കിന്നൊന്നിങ്ങനെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ആ ചുളിവൊക്കെ മാറുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. പക്ഷേ ഇതിൻ്റെ ടൈം എടുക്കും. ഇപ്പോൾ ഹാൻഡ് റീജുവനേഷൻ ഫേസിനെ പോലെയല്ല, നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 വീക്സ് എടുക്കും. അതുപോലെ തന്നെ ഇത് എത്ര സെഷൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വൺസ് ഇൻ എ മന്ത് വെച്ച് 3 സെഷൻ ചെയ്താൽ 1 year വരെ സ്കിന്ന് നന്നായിരിക്കും, ഹൈഡ്രേറ്റഡ് ആയിരിക്കും. പിന്നെ ഇത് എങ്ങനെ കെയർ എടുക്കണം? ഇതിപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷേ ഇത് കുറച്ച് ഹാൻഡ് ആകുമ്പോൾ നമ്മൾ കുറച്ച് കെയറും കൂടെ എടുത്താലേ ഇതിന് നല്ലൊരു അത്രയും നാൾ ഇത് ലാസ്റ്റ് ചെയ്യും. ഒന്ന്, സൺലൈറ്റ് എക്സ്പോഷർ ടു സൺലൈറ്റ് ഷുഡ് ബി മിനിമം. അപ്പോൾ വെയിലത്ത് പോവുകയാണെങ്കിൽ നല്ലൊരു സൺസ്ക്രീന്, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീം, അല്ലെങ്കിൽ ഒരു 2 വീലർ പോവുകയാണെങ്കിൽ ഒരു കോട്ടൺ ഗ്ലൗസ്, ഇതെല്ലാം ഉപയോഗിക്കേണ്ടതാണ്. 2, നമ്മുടെ വെറ്റ് വർക്ക് അല്ലെങ്കിൽ ടു മച്ച് ഓഫ് ഡിറ്റർജൻസ്, സ്ക്രബിങ്, സാനിറ്റൈസർ, അതൊന്നും കൂടുതലും ഓവർ യൂസാണ്. അല്ലാതെ ഒന്നും ചെയ്തുകൂടാന്നില്ല, ഓവർ യൂസ് പാടില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ റെഗുലർ മോയ്സ്ചറൈസർ എവറി ഡേ മോർണിംഗ് ആൻഡ് നൈറ്റ് നല്ലൊരു മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് ചെയ്യും. സോ നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ്. എനിബഡി ഹു വാണ്ട്സ് ടു ഡു എ സ്കിൻ റീജുവനേഷൻ ഓൺ ദ ഹാൻഡ്സ്, ദേ ക്യാൻ ഗോ ഫോർ എ സ്കിൻ ബൂസ്റ്റർ. താങ്ക് യു.